മാമലക്കണ്ടത്തെ മെമ്പർ അരുൺകുമാർ നമുക്കൊപ്പം അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ ശങ്കർ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇപ്പോഴെന്താണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? ആനയെ രക്ഷിച്ചു എന്ന് അറിയുന്നു. അവരുടെ സുഖമായിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും ഒക്കെ? കുഴപ്പമില്ലാതിരിക്കുന്നു. ആദ്യം അമ്മയാനെയാണ് കയറിയത്. ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് JCB-നെ ആക്രമിച്ചു. അത് ചുറ്റും നിന്ന് പോർച്ചുകാർ രണ്ട് ഓടുകയും അതിൻ്റെ അകത്ത് ആറാത്തിയിൽപ്പെട്ട ഒരാളെ ഓടി വീഴുകയും പിന്നീട് ആന ചെറുതായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് പരിക്കുകളൊന്നും പറ്റിയില്ല. ആ സമയത്തിനുള്ളിൽ കുട്ടിയാനയും കയറി രണ്ടാനകളും തൊട്ടടുത്തുള്ള വനത്തിലേക്ക് പോയിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നും വന്നവരെല്ലാം സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ നിരന്തരം ആനശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചുകൂടി എന്ന് പറയുന്ന ഭാഗം. അരുൺ, നേരത്തെയും ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതൊരു നിത്യസംഭവമായ ഒരു മേഖലയാണോ? അവിടെ അതെ, അഞ്ചുകൂടി എറമ്പാശ്ശേരി അഞ്ചുകൂടി ഭാഗത്ത് നിത്യം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ട്രൈബൽ കോളനിയാണ്. വെളുപ്പിന് ഒരു 4 ഒരു കാട്ടാന കൂട്ടമാണ് വന്നത്. അപ്പൊ ആ തൊട്ടടുത്തുള്ളൊരു വീട്ടുകാരെ പോപ്പര ആക്രമിക്കാൻ നോക്കുന്നതിനൊക്കെ അവര് ഒച്ചയെടുത്തതിനെ തുടർന്നാണ് ആന കുഴിയിൽ വീണത്. ആദ്യം കുട്ടിയാന വീണു, പിന്നെ അതിന് രക്ഷാപ്രവർത്തനത്തിന് നോക്കുന്ന അമ്മയാന വീണ്ടും വീഴുകയാണ് ചെയ്തത്. പിന്നീട് പോർച്ചുകാരെ അറിയിച്ചു. പോർച്ചുകാർ വന്നു ഒരു 7-8 മണിയോട് കയറ്റി വിട്ടിട്ടുണ്ട്. അതായത് കാട്ടാനക്കൂട്ടം തൊട്ടപ്പുറമുള്ള കാട്ടിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരി, അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തി ഇപ്പോൾ ആനയും കുട്ടിയാനയും അവർ രണ്ടുപേരും ആ മേഖലയിൽ തന്നെ തുടരുകയാണോ? ഇവരെ ഇനി പരിശോധിച്ചതിനൊക്കെ ശേഷമായിരിക്കുമോ കാട്ടിലേക്ക് തിരികെ വിടുക? ഇപ്പൊ നിലവിലെ ഫോറസ്റ്റുകാർ അതിന്റെ നോക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തുള്ള വനത്തിലേക്ക് പോയി. രണ്ടുപേർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. കുറെ നേരം പോയി കിടന്നെങ്കിൽ കയറി ഓടിപ്പോകുന്ന കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നു കേട്ടോ. ശരി അരുൺ ചന്ദ്രൻ, മാമലക്കണ്ടത്തെ പഞ്ചായത്ത് മെമ്പറാണ് അരുൺ ചന്ദ്രനാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിച്ചത്. എന്താണെങ്കിലും ഈ ഉപയോഗശൂന്യമായി കിണറ്റിൽ വീണ ആനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അവരെ കരക്കെത്തിച്ചിരിക്കുന്നു വനം വകുപ്പ് സംഘം. അതായത് ഒരു കൂട്ടമായി എത്തിയ റിയ ബേബി ചേരുന്നുണ്ട് നമുക്കൊപ്പം. റിയ, ഇപ്പോൾ ഈ മെമ്പർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ മേഖലയിൽ ഒരു കൂട്ടമായി ആനകളെത്തി. ഇവർ ഈ സാധാരണയായി ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങാറുണ്ട്. അങ്ങനെ വന്ന ആനയിൽ ഈ കുട്ടിയാന ആദ്യം കിണറ്റിലേക്ക് വീണു. പിന്നീട് ഈ കുട്ടിയാനയെ രക്ഷിക്കാനെത്തിയ അമ്മയാനയും കൂടി വീഴുകയായിരുന്നു എന്നാണ് അരുൺ ചന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് ഈ ആനക്കുഞ്ഞുങ്ങളൊക്കെ ഈ കിണറ്റിലും ഇതുപോലെ തന്നെ കുഴികളിലും ഒക്കെ അകപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് അവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി ഇതിന്റെ വിവരം പറഞ്ഞത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും തുടരുക. ഇപ്പൊ നമുക്ക് മാമലക്കണ്ടത്തെ മറ്റൊരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, ശ്രീജ വിജു ചേരുന്നുണ്ട്. ശ്രീജ വിജു, ഈ ഇപ്പോൾ നിലവിൽ അവിടെ ഈ രണ്ടുപേരും കുട്ടിയാനയും അമ്മയും ഒപ്പം സുരക്ഷിതരായി നിൽപ്പുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരം ആ മേഖലയിലുള്ള? അത് രണ്ടുപേരെയും വനപാലകർ കയറ്റിവിട്ടിട്ടുണ്ട്. അവര് ആയിട്ടുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ JCB ഉപയോഗിച്ചാണ് നമ്മൾ അവരെ കയറ്റിവിട്ടത്. അപ്പോൾ ആ JCB-കാരനെ കയറ്റി ഉടനെ തന്നെ JCB ആക്രമിക്കുകയാണ് ചെയ്തത്. രണ്ടുപേരെയും രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. തിരികെ കാട്ടിലേക്ക് വിട്ടോ? തിരികെ കാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടു. ശരി. അപ്പൊ ഈ അമ്മയാനെയാണോ അക്രമാസക്തയായത്? അതെ, അമ്മയാനെയാണ്. ശരി, ശ്രീമതി ശ്രീജ ബിജു പ്രതികരിച്ചതിന്. റിയ ബേബി ചേരുന്നുണ്ട്. റിയ, ഇതിൽ ഈ രക്ഷപ്പെടുത്തിയതിൽ ഒരു ആന അക്രമാസക്തയായി ഈ ഉദ്യോഗസ്ഥർക്കു നേരെ JCB-ക്ക് നേരെയൊക്കെ ആന പാഞ്ഞെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ മേഖലയിൽ ഒരു കാട്ടാനക്കൂട്ടം കൂടി തമ്പടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഈ അവിടെ ഈ മേഖലയിലുള്ള ആളുകൾ അവരെന്താണ് പറയുന്നത്? ഈ അവിടെ കാട്ടാനശല്യം ഒരുപാടുള്ള മേഖലയാണ്. ആളുകൾ അത് നിരവധി തവണ പരാതിയായി മുന്നോട്ട് വെക്കുന്നതാണ്. കൃഷിയിടത്തിലും മറ്റും ആന ഇറങ്ങാറുണ്ട്, വലിയ നാശനഷ്ടം വരുത്താറുണ്ട് എന്നതൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇവിടെ സംഭവിച്ചത് ഇതുപോലെ തന്നെ കൂട്ടമായി എത്തിയ ആനക്കൂട്ടം കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അതിൽ ആനയും ഒരു കുഞ്ഞുമാണ് കുഴിയിൽ അകപ്പെട്ടത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതുപോലെ തന്നെ ആനക്കുഞ്ഞ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഉപയോഗശൂന്യമായ കിണറിലേക്ക് വീഴുകയായിരുന്നു. ഒപ്പം തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉണ്ടായിരുന്ന ആന കൂടി കുഴിയിലേക്ക് അകപ്പെട്ടത്. വെള്ളമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ
തിരികെ കയറുക എന്നുള്ളത് വലിയ ശരി റിയ, പ്രയാസകരമായിരുന്നു. മാമലക്കണ്ടത്ത് കിണറ്റിൽ വീണ കാട്ടാനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അവരെ കരക്കെത്തിച്ചു കാട്ടിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നു. വനംവകുപ്പ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അമ്മയും കുഞ്ഞുമാണ്, ഒരു കുഞ്ഞാനയും ഒപ്പം അതിന്റെ അമ്മയുമാണ് ഉപയോഗശൂന്യമായി കിണറ്റിലേക്ക് വീണത്. ഇവരെ വനപാലകരെത്തിയാണ് കരയ്ക്ക് എത്തിച്ചത്. അതിനുശേഷം ഇവരെ പരിശോധിച്ചതിനു ശേഷം കാട്ടിലേക്ക് കയറ്റിവിട്ടു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ മേഖല എന്ന് പറഞ്ഞത് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ ദിവസവും കൂട്ടമായി കാട്ടാന എത്തിയിരുന്നു. അതിൽ നിന്നും ഒരു ആന, ഈ ആനക്കുട്ടി ആദ്യം കിണറ്റിലേക്ക് വീഴുന്നു. ആ കുട്ടിയെ രക്ഷിക്കാനെത്തിയ അമ്മയാനയാണ് ഒപ്പം വീണത്. ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ആയിരിക്കാം ഈ ഒരു സംഭവം നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുശേഷം വനപാലകരെത്തി, നാട്ടുകാർ അറിയിച്ച വിവരത്തെ തുടർന്ന് വനപാലകരെത്തി JCB ഉപയോഗിച്ച് ഈ ആനയെയും കുഞ്ഞിനെയും കരക്കെത്തിച്ചു. അതിനുശേഷം അവരെ പരിശോധനകൾക്കൊക്കെ ശേഷം കാട്ടിലേക്ക് മടക്കി വിട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.